ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബട്ടർഫ്ലൈ എക്സ്പ്ലോഷൻ ബോക്സ് ആണ്. ഈ ഒരു ബോക്സ് കിഡ്സ് തീമിൽ നമ്മൾ ചെയ്തതാണ്. ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോംബോയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കസ്റ്റമൈസേഷൻ അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. കിഡ്സ് തീം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാർട്ടൂൺ സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈസ് നമ്മൾ 6 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലെയറിൽ 3 എണ്ണം, സെക്കൻഡ് ലെയറിൽ 3 എണ്ണം, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഡയറി മിൽക്ക് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ സെക്കൻഡ് ലെയറിൽ സ്നിക്കേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ ചോക്ലേറ്റ്സും കസ്റ്റമൈസേഷൻ അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. നോർമൽ ചോക്ലേറ്റ്സ് ആണ്, കാരണം ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ അതിനനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. നോർമൽ ചോക്ലേറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ബോക്സ് വന്നിട്ട് മീഡിയം സൈസ് ബോക്സാണ്. 15 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഈ ഒരു ബോക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ലെയറിൽ നമ്മൾ സ്നിക്കേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ചോക്ലേറ്റ്സ് അതേപോലെ തന്നെ എന്തും നമുക്ക് കസ്റ്റമൈസേഷൻ അനുസരിച്ചിരിക്കും. ആ കസ്റ്റമൈസേഷൻ അനുസരിച്ച് റേറ്റ് നമുക്ക് വ്യത്യാസം വരും. നെക്സ്റ്റ് ലെയറിൽ നമ്മൾ 3 ബട്ടർഫ്ലൈസിനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 6 ബട്ടർഫ്ലൈസ് ആണ് നമ്മുടെ ഈ ഒരു എക്സ്പ്ലോഷൻ ബോക്സിനകത്ത് വരുന്നത്. ബട്ടർഫ്ലൈസിൻ്റെ എണ്ണവും നമുക്ക് കൂട്ടാൻ പറ്റും. തേർഡ് ലെയറിൽ വന്നിട്ട് നമ്മൾ ഫോട്ടോസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. തേർഡ് ആൻഡ് ഫോർത്ത് ലെയറിൽ ഇറ്റ്സ് അബൌട്ട് 12 ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 11 ഫോട്ടോസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 12 ഫോട്ടോസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ഒരു റേറ്റിന് ഈ ഒരു സെയിം ബോക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതല്ലാണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് വന്നിട്ട് റോ ആയിട്ട് ചെയ്തിട്ടുള്ളൊരു ബോക്സാണ്. അധികം ഡിസൈൻസും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ക്യാപ്പിൽ മാത്രം നമ്മൾ ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് സ്റ്റാർട്ടിങ് റേറ്റിനെക്കാട്ടി ജസ്റ്റ് അബോവിൽ നിൽക്കുന്ന ഒരു ബോക്സാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട്, നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. DTDC വഴിയായിരിക്കും ഡെലിവറി എന്ന് പറയുന്നത്. നമ്മൾ പ്രീ പേയ്മെൻ്റ് ആണ് കേട്ടോ ഉള്ളത്. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഓർഡർ കൺഫേം ആക്കത്തുള്ളൂ. അതിന് ശേഷം ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. മിനിമം ഒരു 10 ദിവസം നമ്മൾ കസ്റ്റമൈസേഷനൊക്കെ ആയതുകൊണ്ട് കുറച്ചധികം വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ 10-15 ദിവസമൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പം അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് മെസ്സേജ് അയയ്ക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.